ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ കാഞ്ചനമാല എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തിൻ്റെ ാണ് നമ്മുടെ ചെറുപ്പകാല ഇതാണ് കാഞ്ചനമാല എന്ന് പറയുന്ന അമ്മ. ഇതാണ് ഇവിടെ വരാൻ സാഹചര്യം ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ദിലീപേട്ടൻ ഇവിടെ ഇവർക്ക് ഇതിൻ്റെ മേലിലൊരു ഇത് പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടാർ ദിലീപേട്ടനടക്കം ഇതൊക്കെ ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇപ്പൊ അമ്മയെ നമ്മൾ കാണാൻ പോവാണ്. ഇതൊരു ഇതിലാണ് ഇന്നലെ വന്നത്. ഞങ്ങള് അമ്മയൊന്ന് കാണുക, അമ്മന്റെ 2 വാക്കുകൾ നമുക്ക് വേണം. എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, മണിത്താമര പോക്ക് മ്യൂസിക്കൽ എന്നാണ് പേര്. ആ ചാനൽ അമ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ അമ്മയുടെ സമൂഹത്തോടുകൂടി ചെയ്യണം ഒരു ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കാണാൻ പറ്റുമോ ഇപ്പോഴാണ് ഞാൻ വന്നത്. എന്റെ ജന്മത്തിൽ ഏറ്റവും വലിയ അല്ല ഞാൻ പറഞ്ഞത് ജന്മത്തില് ആരും സ്ഥിതി പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു അപൂർവ ആളിനെയൊക്കെ കാണാൻ പറഞ്ഞ വലിയ കാര്യം. നമസ്കാരം, ഞാൻ മണിത്താമരയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു മഹാവ്യക്തി, അതായത് കാഞ്ചനമാല എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ തരാറുണ്ട്. കാരണം ഞാൻ അറിയുന്നത് സത്യമായിട്ടും ഒരു സിനിമയിലൂടെയാണ്. ഇങ്ങനത്തെ ഒരു ചരിത്ര നായികയുണ്ട് നമ്മുടെ കേരളത്തിൽ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. ഞാൻ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നാടൻ പാട്ടുകൾ കൊണ്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനത്തെ ആ ഒരു വഴി എനിക്ക് ഈ ആ നാടൻ പാട്ടിലൂടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കല കൊണ്ട് നേടിയെടുത്ത ഒരു മഹാവ്യക്തിന്റെ മുന്നിൽ എനിക്ക് ഇരിക്കാൻ സാധിച്ചതിന് ആദ്യം നന്ദി പറയണം. ഇതാണ് അമ്മ, കാഞ്ചനമാല എന്ന് പറഞ്ഞ അമ്മ. ഞാൻ അമ്മയോട് ചില വിശേഷങ്ങൾ ചോദിച്ചറിയാണ്. അമ്മക്ക് ഇഷ്ടമുള്ള ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ അമ്മ എന്നോട് പറയും. അമ്മയെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടിക്കാതെയാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അപ്പൊ അമ്മന്റെ വിശേഷങ്ങളിലേക്ക് നിർത്താം. ഞങ്ങള് ഒരുപാട് നാളായിട്ട് കാണണം എന്ന് ഉദ്ദേശിച്ച ഒരു അമ്മയാണ് കാഞ്ചനമാല എന്ന് പറഞ്ഞാൽ. അമ്മക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ കൊണ്ടവരൊക്കെ കാണുമ്പോൾ അമ്മയുടെ അടുത്ത് ഞങ്ങൾ വരുമ്പോ എനിക്ക് തന്നെ എന്താ ചോദിക്കുന്ന അറിയില്ല. അമ്മന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അല്ല, നമുക്ക് പുതിയ തലമുറയിൽ കുട്ടികളെ കാണുന്നത് വലിയ സന്തോഷമാണല്ലോ. അവരെ എനർജി എനിക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. കറക്റ്റ് മറുപടി എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മള് ശരിക്കും ചിന്തിക്കേണ്ടതാണ്. പിന്നെ മൊയ്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയാനില്ല. അദ്ദേഹത്തിനെ പറ്റി ഞാനൊന്നും ചോദിക്കുന്നില്ല. എന്നാലും എന്റെ ഉള്ളിലുള്ള ഒരു എളിയ കലാകാരൻ എന്നുള്ള ലെവലിൽ ചോദിക്കണം. അങ്ങനെ കണ്ടാൽ അമ്മ എങ്ങനെയാണ് അമ്മ എങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് പരിശുദ്ധമായി ജീവിക്കാന്ന് പറഞ്ഞത് എന്തായിരുന്നു ആ ഒരു അമ്മന്റെ മനസ്സ് ഇത്രയും ഇത് വരാൻ കാരണം എന്താണ്? ഒരുപാട് പ്രണയം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറ്റി എന്നുള്ളതാണ്. അതെന്താ വിധിയായിരിക്കും. അതിനപ്പുറം നമ്മുടെ സാഹചര്യം, നമ്മുടെ ചിന്താധാരയൊക്കെ ഉണ്ടാവും. നമ്മുടെ വളർന്നു വരുന്ന അമ്മയുടെ ചരിത്രം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ചരിത്രം. പിന്നെ രജപുത്ര എന്റെ അമ്മ തന്നെ ബുദ്ധിജീവിയാണ്. പാലക്കാട് ബുദ്ധിജീവികളാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം വായിച്ച എല്ലാം കൈകട്ടാണ്.
ശരി. അങ്ങനത്തെ ബുദ്ധിയുണ്ട്. ആ. അപ്പൊ ആ അമ്മക്ക് എല്ലാ രജപുത്ര കാര്യങ്ങളും രാമായണം പോയി കണ്ടത് എല്ലാം അറിയുന്നതാണ്. അപ്പൊ അമ്മയുടെ ചെറുപ്പത്തിൽ നമ്മളിത് കേൾക്കുന്ന രാമായണത്തിൽ സീതയുടെ കഥയെ കുറിച്ചിട്ട് കരഞ്ഞ് അങ്ങനെ ഉണ്ടാവും. ഒരു പക്ഷേ ആ വിശുദ്ധിയുടെ ഒരു ഭാഗം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു പക്ഷെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നുമല്ല അതൊന്നും. പക്ഷേ മൊയ്തീൻ എന്ന് പറഞ്ഞാല് ഞാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാല് എത്രയോ എതിർപ്പുകൾ അറിയാലോ. 25 വർഷത്തോളം ഒരാളെ വീട്ടിനുള്ളിലിട്ട് എന്ന് പറഞ്ഞാൽ പുറത്തിറക്കാൻ കഴിയാതെ വെക്കുക എന്ന് പറഞ്ഞാൽ അതില് പിന്നെ അവരൊക്കെ കൂടെ ഏട്ടന്മാരൊക്കെ കൂടെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം പിന്നെ അനുവാദമല്ല. പത്രത്തിൽ മൊയ്തീന്റെ പലതും വരും. റിപ്പോർട്ടുകൾ ഓരോന്നും ഉണ്ടാവുമല്ലോ. മൂപ്പര് വേണം വിചാരിച്ചിട്ട് മറ്റേ സീത നായന്റെ പേര് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ. അപ്പൊ ഇവര് പത്രം നോക്കി. അച്ഛൻ കൂടുതലൊരു ഇതിന് പോയതാണ്, മരക്കച്ചവടം. അപ്പൊ ഇവരെന്ത് ചെയ്തെന്നറിയാം, ഇവര് പത്രം നിർത്തി. മാതൃഭൂമി പത്രങ്ങൾ സ്ഥിരം വരുന്നത്. മാതൃഭൂമി പത്രം വരെ നിർത്തി. ഇതിന്റെ വാർത്തകൾ ഇങ്ങനെ വരുന്ന വീട്ടിൽ കൂടാതെ ഞാൻ വായിക്കില്ലേ. എന്നെ ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ. എനിക്ക് അങ്ങനെ മൊയ്തീനായിട്ടുള്ള ബന്ധത്തിൽ തകർക്കാന്നുള്ളത്. അപ്പൊ മൊയ്തീൻ ഇങ്ങനെ ഒരു നായകനായി താരത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ ആണല്ലോ അങ്ങനെ പത്രം നിർത്തിയപ്പം പിന്നെ എനിക്ക് ചൂടായി. കാരണം ആകെയുള്ള നമുക്കൊരു പേപ്പറാണത്. അപ്പൊ ഏട്ടനൊക്കെ പുറത്ത് പോയി പോയിരുന്നു. അപ്പൊ എവിടെ പേപ്പർ ഞാൻ തിരഞ്ഞെടുക്കുക. അപ്പൊ അമ്മ പേപ്പർ നിർത്തി. ഇനി ഏട്ടൻ സീതയെ അഭിനയിച്ചിട്ടുണ്ടല്ലോ രവിയേട്ടൻ. അപ്പൊ പിന്നെ മോൻ പറഞ്ഞു ഇനി പത്രം വരുന്നുണ്ട് അവിടെ. അമ്മ ഇതിനു വേണ്ടി ഒരുപാട് തല്ല് കൊണ്ടുണ്ടോ? ആര്? അമ്മ. എന്നെ അല്ലെന്താ വെച്ചാൽ അച്ഛനോട് ചൊല്ലി ഏട്ടന്മാര് അമ്മയും അമ്മാവനും. നിങ്ങളെ ലെറ്റർ ഒക്കെ എടുത്ത് ഒരു പ്രത്യേക എടുത്താണ്. അത് സത്യസന്ധമായിട്ടുള്ള എല്ലാവർക്കും കാണിച്ചു. അവിടെ വെച്ചിട്ടുള്ള ലെറ്റർ അവിടെ നോക്കട്ടെ. ഇത് അമ്മ എഴുതിയ ബുക്കാണോ? അല്ല, ഞാൻ മൊയ്തീനെ എഴുതി. ഇത് മൊയ്തീനെ എഴുതി. എന്നാൽ കൊടുക്കാൻ കഴിയാന്നറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ എഴുതി വെക്കുക. ശരി. ഇതിപ്പോ കണ്ടാൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക് അതായത് പ്രണയലേഖനം തോന്നില്ല. വേറെ ഭാഷയായാലും അതെ. ഇതാ ഡേറ്റ് ഒക്കെ അതിലുണ്ട്. 1968 ഫെബ്രുവരി 14 ബുധനാഴ്ച കാലത്ത് 8 മണിക്ക് ഈ നീണ്ട കത്ത് ആരംഭിക്കുന്നു. അപ്പൊ ഡേറ്റ് ദിവസമൊക്കെ കിട്ടിയോ? മറ്റവർക്ക് മനസ്സിലാവില്ലല്ലോ. മൊയ്തീന്റെ ഇതേപോലെ നല്ല ഇത് അമ്മ എഴുതിയ ബുക്കാണ്. അല്ല, മൊയ്തീൻ എഴുതിയ ബുക്കാണ് അമ്മയ്ക്ക്. അമ്മയ്ക്ക്. പക്ഷേ ഒന്നുണ്ട്, ഒരു കത്തും കുറച്ചും അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. മൊയ്തീന് സമയം കിട്ടി, സ്ഥലം കിട്ടിയ ബാക്കി തന്നു. ഒക്കെ അങ്ങോട്ട് പിന്നെ കൊടുത്തയക്കുക ചെയ്യുക. അതുകൊണ്ട് അതൊക്കെ ബാക്കിയായത്. മറുപടിയും കുറച്ചും മറുപടിയും കുറച്ചും പറഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതുന്ന. അത് ശരി. ഉണ്ടോ? ഇതൊക്കെ മൊയ്തീന് ഓരോന്നും പിന്നെ ഉത്തരം പറയാൻ വേണ്ടി അമ്മ ഇതെങ്ങനെയാ അമ്മയ്ക്ക് അറിയാം വായിക്കാൻ? അത് ഞാൻ ഉണ്ടാക്കിയല്ലേ. ഇത് ഞാനാ ഉണ്ടാക്കിയത്, മൊയ്തീനല്ല. അല്ല, മൊയ്തീൻ ഉണ്ടാക്കിയ ഫോണിലെ ഭാഷ. അതാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. അത് ശരി. ഫോണടിച്ച് എങ്ങനെ പോകില്ലേ വിജയ? ഫോണടിച്ച് പോകുമ്പോൾ ഫോണിലുണ്ടാവും ഞാൻ ഇവിടെയുണ്ട് ഒക്കെ തന്നെ. ഞാൻ കോഴിക്കോട്ട് പോകുന്നു, ഞാൻ പിന്നെ മദ്രാസ് പോകുന്നു, ഞാൻ ഹൈദരാബാദിൽ പോകുന്നു, ഞാൻ ഡൽഹി പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു, കൽക്കത്ത. ഇതൊക്കെ ഇടക്കിടക്ക് പോകുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേക കാര്യങ്ങളാണ് ഡൽഹിയും കൽക്കത്തയൊക്കെ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അമ്മയ്ക്ക് അറിയാം. അതെനിക്ക് മുപ്പത് എഴുതി തന്നല്ലോ. അത് അമ്മയ്ക്ക് മാത്രമേ ലെറ്റർ അറിയൂ, വേറെ ആർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായോ? ഭാഷ അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അടുത്തായിരിക്കും. കോഴിക്കോട് അപ്പോ അങ്ങനെയാണ്. അമ്മേ, ഈ ഫോട്ടോ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു. ഇത് ശരിക്കും ആരാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്? ഉമ്മ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ. സത്യമാണ്, കറക്റ്റ് കാര്യമാണ്. വീട്ടുകാർ തെരുവ് ജനിച്ചവിടെ കാത്തിരിക്കുകയാണ്. ഇഷ്ടത്തിലാണ് ഉമ്മാക്ക്. ഈ ഉമ്മാക്ക് അമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ അദ്ദേഹത്തിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം പറഞ്ഞ ഉമ്മനെയും അല്ലേ? ഒരു ദിവസം ഞാൻ മൊയ്തീനോട് ചോദിച്ചു, മൊയ്തീൻ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്?
ഉമ്മേനെ പറയുന്നത് ഞാൻ വിചാരിച്ചു. അത് അതിന്റെ മേലെ കയറി എന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. മറ്റാരും ഉമ്മേനെ ചെയ്യേണ്ട എന്തായാലും ഉമ്മേന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് മറ്റും വിഷമിച്ചു. അപ്പൊ സ്വന്തം ദാമ്പത്യ ജീവിതം തന്നെ മകന് വേണ്ടിട്ട് മാറ്റിയായിരുന്നു. മകനെ കിടത്തിയില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാമല്ലോ. മകനെ കെട്ടാത്ത വീട്ടിൽ ഞാൻ നിൽക്കൂല എന്ന് ഇറങ്ങിയാല്. മകനെ കിടത്താത്ത വീട്ടിൽ ഞാൻ നിൽക്കൂല. അതൊക്കെ ഉമ്മ ഇത് കാണിച്ചിരുന്നു. മോണാച്ചയച്ച് ഭയങ്കര നല്ല ആർക്കും പേടിയാണ്. ചിരിയുടെ അപ്പുറത്ത് ഒരു ഗൗരവമുണ്ട്. അപ്പൊ പക്ഷെ അമ്മനെ ശരിക്ക് താങ്ങിയതാണ് ഈ അമ്മ. പിന്നെ ഉമ്മയോട് ഞാൻ ജീവിച്ചല്ലേ, ഞാൻ പാൽപ്പത്തി നിങ്ങളെ കാണൂല. സത്യമായ ഇത് വേറെ ആരെങ്കിലും പറയുന്ന വാക്കുകളല്ല, ആ അമ്മ തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഈ സിനിമ വന്നപ്പോ അമ്മയ്ക്ക് എന്താണമ്മ തോന്നിയത്? ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയല്ലോ ഒരു കഥാപാത്രമായിട്ട്. സിനിമയ്ക്ക് എതിരായിട്ട് എനിക്ക് കേസ് ചെയ്യേണ്ടി വന്നില്ലേ? അതല്ലേ സങ്കടാവസ്ഥ. ഒന്നും സ്ക്രിപ്റ്റ് കണ്ടില്ല. സ്ക്രിപ്റ്റ് കണ്ടപ്പോ വളരെ അപകടങ്ങളായ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് വില കിട്ടുന്നില്ല, വില കിട്ടുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ വീട്ടുകാര് കേസ് ഫയൽ ചെയ്തും എറണാകുളത്ത് പോയിട്ട് കേസ് ഇപ്പൊ കൊടുക്കും മാനനഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഞാൻ അറിയില്ല. പിന്നെ രണ്ടാമത് എനിക്ക് സുഖമില്ലാതെ ചാനലുകാർ ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് എന്തോന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വന്നു ഈ ടെൻഷനൊക്കെ കൂടെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ നല്ലത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഇത് അപ്പൊ വേറെ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഇപ്പൊ നിങ്ങൾ വേറെ ഒരാളോട് വിളിച്ചാൽ റിപ്പോർട്ട് ചെയ്യാണ് ഇവിടെ ആന്തരമാര ആത്മഹത്യന്റെ വക്കിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് പോലെ ചാനലുകാര് 4 ചാനലുകാർ ആദ്യം വന്ന്, പിന്നെ ഞാൻ പുറപ്പെടുമ്പോഴേക്ക് 1 വന്ന്, പിന്നെ 2 വരാൻ കാത്തിരിക്കും. അപ്പോഴേക്കും ഞാനൊരു ഓട്ടോ പിടിച്ച ഒറ്റ മുമ്പില് വീട്ടിലേക്ക് പോയില്ല, നേരെ സ്ക്രിപ്റ്റ് ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ടേക്ക് പോയി. അപ്പം അവിടെ നിന്നിട്ട് പിന്നെ ടെൻഷനായി വളരെ ടെൻഷനായി. കാരണം എന്താ വെച്ചാല് ഞാൻ പേഴ്സണാണല്ലോ, അത് എനിക്ക് പേടി. അപ്പത്തേക്ക് അനിയത്തിനെ വിളിച്ച് അഡ്വക്കേറ്റ് അങ്ങനെ വേഗം മോനോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ തന്നെ കാറിലേക്ക് കൊണ്ടുപോയില്ലേ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ് സിനിമ ഇങ്ങനെ കഥ കൊടുത്ത് സിനിമ വരുന്നതിന് വിവരം അറിഞ്ഞോട് കൂടിയിട്ട് പണ്ടത്തെ മാതിരി തന്നെ കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ കൊടുത്തന്നെ സ്വത്യത്തില്. അതാ ഞാൻ തറവാട്ടിൽ നിന്ന് പോയത്. തറവാട്ടിൽ എല്ലാരും പറയില്ല എന്ത് അച്ഛൻ്റെ ഏട്ടന്മാര് മക്കള് തറവാട്ടിൽ കുറെ ആൾക്കാരുണ്ട്. ഇതെന്താ പാപ്പനെ മരിച്ചോടുത്ത് അപമാനപ്പെടുത്തുക അങ്ങനത്തെ പ്രണയകഥയൊക്കെ പറഞ്ഞിട്ട് ഇതെന്തിനെ കൊടുത്ത് മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ബഹളോട്ട് കൂടി ഞാൻ ടെൻഷനായി. നാട്ടിന്റെ തയ്യാറ് അത് വരാതിരിക്കാൻ തയ്യാറ് അങ്ങനെ പിന്നെ ഇതൊക്കെ കൂടി അവസാനം ടെൻഷനായി. ഇത് വന്ന് നാട്ടിന്റെ തയ്യാറ് വന്ന് ഐസിയിലായി. ഐസിയിലായപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, നിങ്ങൾക്ക് ഹിമാലയം കയറാം, പക്ഷേ ചെറിയ ടെൻഷൻ തന്നെ നിങ്ങളുടെ ഹാർട്ടിന് പറ്റില്ല. നിങ്ങളുടെ രോഗം അതാണ്. നേരെ മറിച്ച് മറ്റേ ഇതൊക്കെയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അങ്ങനെ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ഉണ്ടാകരുത്. അതിന് നിങ്ങൾ കരുതണം. അതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന അപ്പൊ മറ്റോട് പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടണം. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ വേണ്ട. ആരും വിളിച്ചാലും ഫോൺ എടുക്കണ്ട. കാരണം നിങ്ങൾക്ക് ഇനി അത് നടത്തണ്ടേ, മൊയ്തീന്റെ സ്മാരകം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് മരിച്ചാൽ എന്താവും? അപ്പൊ പറഞ്ഞു ഇയാൾ ഭയങ്കരമായിട്ട് ബിൽഡിംഗ് കൂടെ വന്നിട്ടില്ല, അതാണ് അടുത്ത ആണ്ടൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഭയങ്കര. ഇപ്പൊ ഈ സിനിമ വന്ന ശേഷം തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ അമ്മ ഈ സിനിമ വന്ന ശേഷം തൊട്ട് ഇപ്പൊ ലോകം മുഴുവനും നേരത്തെ അറിയാതിരിക്കാം, പക്ഷെ ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞു. ഈ അമ്മ ഇപ്പോഴും ഈ പ്രണയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രണയത്തിന് ആൾക്കാരെ കുറിച്ച് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ, ശരിക്കും അമ്മന്റെ മനസ്സിൽ പ്രണയം ഇന്നത്തെ കാലത്തെ പ്രണയത്തിനെ പറ്റി അമ്മ എന്താണ് വിചാരിക്കുന്നത്? എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ന്യൂ ജനറേഷന്റെ പ്രണയം.
ന്യൂ ജനറേഷന്റെ പ്രണയവും മറ്റൊരു ജനറേഷന്റെ പ്രണയം ഒന്നും ഉണ്ടാവും. പക്ഷെ അതിന്റെ രീതികൾക്കുള്ളൊരു മാറ്റം കാരണം അവര് കുറെ കൂടെ സ്വതന്ത്രമായ മേഖലയിൽ തന്നെയല്ല അവരെല്ലാം കുറ്റം പറയുന്നത്. അവരെന്തെങ്കിലും അബദ്ധം ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എൻ്റെ അല്ല, ഞാൻ മൂന്നാമത് അപ്പുറത്തേക്ക് കുറച്ചുകൂടി അയാളുടെ ആളുകളെ ഇപ്പൊ വിജയന്റെ ഒക്കെ പ്രായത്തിലെ ആളുകളൊക്കെ കുറിച്ച വിജയന്റെ മക്കൾ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കുറ്റം വിജയന്റെ തന്നെ കൊടുക്കണം, കുട്ടികൾക്കല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ന്യൂ ജനറേഷൻ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവർക്ക് നല്ല സ്വതന്ത്ര ചിന്തയുണ്ട്, ധൈര്യമുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ല. കുറെ ഉദ്യോഗസ്ഥര് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പരാതി പറയും, ഇവര് ഒരേ ഇതുണ്ടാവുമല്ലോ, ഭക്ഷണം കഴിക്കാനൊക്കെ ഇവർക്ക് ഒന്ന് പറയണ്ട് നമ്മളോട്, നിങ്ങൾ എന്ത് ചാരിത്ര ശുദ്ധിയൊക്കെ പഠിച്ചോ, അത് നിങ്ങളുടെ ഭർത്താവ് ചരിത്രം നോക്കി നടക്കുക എന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കും, പലയിടത്തും ചോദിക്കുന്നതാണ്, ഓരോ ഞങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം പറയും? അപ്പൊ ഓരോ സ്ത്രീകൾ പറയും, ചെരുപ്പ് കാലുണ്ട്, ഫ്രണ്ട്സാണല്ലോ, ചെരുപ്പ് കാലുണ്ട് കേട്ടോ പറയും. അപ്പൊ ഞാൻ പറയും, കണ്ണടച്ച് ഞാൻ പൊട്ടിക്കും, ഇവർക്ക് ഫ്രണ്ട്സോട് തന്നെയാ പറയുന്നത്. പക്ഷെ ഫ്രണ്ട്സ് വരെ ചൂഷണം ചെയ്യല്ല, ഇതാണ് അത് പുരുഷന്റെ ഒരു ടെക്നിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ നിങ്ങളെ ഭർത്താവിന് വേണ്ടി ചരിത്രം സൂക്ഷിക്കണമെന്ന് പറയുന്നത്? പറയരുത്. നിങ്ങൾ അവരോട് പറയേണ്ട മറുപടി, ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചരിത്രം സൂക്ഷിക്കുന്നില്ല, ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണ്, നിങ്ങളുടെ അഭിമാനം അയക്കണത്. അല്ലാതെ ഭർത്താവ് അറിയാതെ അത് ചെയ്യുക, ഭർത്താവ് അറിയാൻ ചെയ്യുക. നിങ്ങൾ അഭിമാനമുള്ള സ്ത്രീയായ നിങ്ങൾ എങ്ങനെ വേറെ ആളെടുത്ത് കൂടെ പോകും? അത് നിങ്ങൾ അഭിമാനത്തിനല്ലേ? അപ്പൊ അഭിമാനബോധമാണ് സ്ത്രീക്ക് വേണ്ടത്. അതിന് ചാരിത്രബോധം മറ്റേ ബോധം നല്ല പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു നല്ല ഉത്തരവാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അമ്മയെ കൊണ്ട്, ഇപ്പൊ അമ്മ ഇപ്പൊ ഇത് നമ്മൾ വന്നപ്പോ തന്നെ മനസ്സിലായി, ഇവിടെ അമ്മ ആരെങ്കിലൊക്കെ എടുത്ത് വളർത്തുന്നതോ അവരിന്ന് നോക്കുന്നതോ അമ്മയെ കൊണ്ടാകുന്ന സഹായങ്ങൾ ഈ ട്രസ്റ്റിന്റെ പേര് ചെയ്യുന്നതോ ഇന്നും അത് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്തു വരുന്നത് നമ്മൾ എടുത്ത് വളർത്തേണ്ട ചാൻസ് വരില്ല. പക്ഷെ അഭയം തേടിയെത്തുന്നവരെ നമ്മൾ നോക്കാറുണ്ട്. ആ ബിൽഡിങ് എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു അഭയകേന്ദ്രം കൂടി ആക്കണം എന്ന് കരുതിയ സമയത്താണ് നമ്മള് കോവിഡ് വന്നത്. പക്ഷേ തന്നെയല്ല, ഇപ്പൊ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഓൾഡ് ഏജ് ഹോം ആണെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് അനാഥ മന്ദിരമൊക്കെ ഇപ്പം സ്കൂൾ ഹോസ്റ്റലാണ് പലരും നടത്തുന്നത്. അതുപോലെ തന്നെ അഞ്ചാൾക്ക് ഒരു ആയ വേണം. അതൊക്കെ അപ്പൊ എത്ര വലിയ ചെലവാണ് വരിക. 5 ആൾക്ക് ഒരു ആയ പറയുമ്പോൾ ചെലവ് കൊടുക്കും. അങ്ങനെയൊക്കെ പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. നല്ലതാണ് അത്. നമുക്കിത് പക്ഷെ നമുക്ക് പാവപ്പെട്ട കൂടുതൽ എടുക്കണ്ടേ? പണക്കാർ ഒരു പക്ഷേ പൈസ തന്നിട്ട് അവർക്ക് താമസിക്കാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ജീവിക്കാൻ സാധ്യത പണക്കാരായിട്ടും കാര്യമില്ല കേട്ടോ. പണക്കാരും ഗുരുവായൂർ നടയിൽ തള്ളുന്ന പണക്കാരില്ല മക്കൾ. ഇപ്പൊ ഇതിനെ ഇപ്പൊ നമ്മുടെയൊക്കെ പ്രിയ താരം, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ ദിലീപേട്ടൻ വന്നിട്ട് ഇതിന്റെ മുകളിലേക്കുള്ള പണികൾ ചെയ്തു തന്നു. ഞാൻ ഇതിന്റെ തറയും ഇതിന്റെ ഒന്നാം നില ദിലീപേട്ടൻ ഇത് ചെയ്തു തന്നെ ദിലീപേട്ടനാണെന്ന്, അതാണ് സത്യം. അല്ല, മേലെ എനിക്ക് ദിലീപല്ല. അല്ല, ഞങ്ങള് തുടങ്ങാൻ പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് ദൈവാധീനം കൊണ്ട് അവന്റെ ഞങ്ങൾ ഒരു നിലയിൽ നമ്മൾ താൽക്കാലികമാക്കുക. നിലയിൽ ഞങ്ങളെ ശരിയായ ഞങ്ങളുടെ പരിപാടികൾ നടത്താൻ പോകില്ല. കലാകേന്ദ്രമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ദിലീപേട്ടനാണ് ഇതിന്റെ ഫുള്ള് പണികളും ചെയ്തു തന്നത്. താഴത്തെ ഫുള്ള് നമ്മൾ ദിലീപേട്ടനോട് നമ്മള് ഒരുപാട് നന്ദി പറയണം. ദിലീപേട്ടൻ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ദിലീപേട്ടൻ കുറെ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് അറിഞ്ഞിട്ടില്ല. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ അതാണ് ദിലീപ് പെട്ടെന്ന് ഒരു മാനസപുത്രനെ പോലെ എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ അത്ര ടെൻഷനാണ്. നമ്മൾ എങ്ങനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് അറിയാനുണ്ടല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ നിസാർ ബാബുവാണ് ശക്തി തരുന്നത്. നിസാർ ബാബു എന്തായാലും നമുക്കൊരു നിലനിർത്താൻ അറിയാം എന്ന് പറഞ്ഞിട്ട്, അത് ശരി എങ്കിലും ഞാൻ 2 മാസം എവിടെയും പോകുന്നില്ല, ഇതിന് മാത്രമായിട്ട് നിൽക്കാം. മറ്റേതെങ്കിലും പരിപാടി അല്ലെങ്കിൽ അല്ല വീട്ടിൽ മറ്റെങ്ങോട്ടൊന്നും പോവാറില്ല. യാത്രകൾ
2-3 ഇപ്പൊ കേരള വോണ്ടി വൈസ് ചെയർപേഴ്സൺ, പിന്നെ വേറെ ഒരു പിന്നെ സഹായ നഗര സംഘടന തിരുവനന്തപുരത്ത്. അപ്പൊ അതിനൊക്കെ പോകണ്ടേ? അപ്പൊ പോകണ്ടേ? അപ്പൊ അതൊന്നും പോകില്ല, 2 മാസത്തേക്ക് എവിടെയും പോകില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുക്കുമ്പോഴാണ് തീരുമാനം എടുത്ത്. അങ്ങനെ ഒരു ആരൊക്കെ പോയിട്ട് കല്ല് മറ്റേതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് റെഡിയാക്കിയിട്ട് ഓരോ സ്പോൺസർ ചെയ്തിട്ട് സ്പോൺസർ ചെയ്യും. അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ളത്, പാട്ടുകളൊക്കെ അമ്മ കേൾക്കാറുണ്ടോ? പാട്ടുകൾ കേൾക്കാറുണ്ട്? പാട്ട് പാട്ട് കേൾക്കാറുണ്ടോ? പാട്ടിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കവിത പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. നാടൻ പാട്ട് കേൾക്കാറുണ്ടോ? നാടൻ പാട്ട് ധാരാളം കേൾക്കും. മണിച്ചേട്ട പാട്ടുകൾ കേൾക്കാറുണ്ട്? പിന്നെ ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടൻ. ഭയങ്കര ഇഷ്ടം. എന്റെ പരിപാടികളുണ്ടോ എപ്പോഴെങ്കിലും? മണി മരിച്ച് വളരെ ഷോക്കായിട്ടോ, കാരണം നല്ലോണം തമിഴിൽ പോയി നല്ലോണം വളർന്നു വരുന്നൊരു അതെ 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 ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ എഴുതിയ പാട്ട് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. ഞാൻ രചനയും സംഗീതവും ചെയ്ത പാട്ട് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ മണിത്താമരാന്ന് അമ്മ യൂട്യൂബിലൊക്കെ നോക്കി എന്നെ കുറേ എന്റെ പാട്ടുകൾ കാണാം. ഞാൻ കോമഡി ഉത്സവത്തിലാണ് വന്നത്. ആ പ്രോഗ്രാമിൽ നടൻ ടിനി ടോം സാറാണ് എന്നെ കൊണ്ടുവന്നത്. നടൻ ടിനി ടോം സാറില്ലേ, ടിനി ടോം നടൻ ആക്ടർ, അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മണിച്ചേട്ടൻ എഴുതിയൊരു പാട്ട്, ഒരു അടിപൊളി പാട്ട് പാടിത്തരാം. കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഇത് ഞാൻ മണിച്ചേട്ടന് വേണ്ടി എഴുതിയ പാട്ടാണ്. സ്വന്തമായിട്ട് ഞാൻ എന്റെ ഭാര്യ കൂടിയാണ് പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നത്. പാട്ട് എഴുതും, ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, പഠിച്ചിട്ടില്ല, അതില്ല. അപ്പൊ എന്നെ സഹായിക്കുന്നത്, അപ്പൊ എന്നെ വരികൾ സഹായിക്കുന്നത് ഭാര്യയാണ്, എഴുതാൻ സഹായിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാ അക്ഷരം അറിയില്ല, ചെറുപ്പം പഠിച്ചില്ല. ഇല്ല, ഇപ്പൊ വായിക്കാനൊക്കെ പഠിക്കും. അവിടെ വന്ന ശേഷം തൊട്ട് പറഞ്ഞു വായിക്കാനൊക്കെ പഠിക്കും. ഇപ്പൊ അറിയാം, എഴുതാൻ പ്രയാസമാണ്, വായിക്കാനൊക്കെ അസലായി വായിക്കും. എഴുതാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനത് അന്ന് ഞങ്ങൾ സാഹചര്യം അമ്മയ്ക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ലക്ഷം കോളനിയിൽ പിറന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെയാണ്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണത്. അവർക്ക് വലിയ പ്രാവശ്യമാണ്, അതൊന്നും ഞാൻ പറയില്ല. അമ്മയുടെ അത്ര എന്തായാലും വലുതല്ല, വളരെ ചെറുതാണ്. അപ്പൊ അമ്മയെ കുറിച്ച് ഒരു പാട്ട് ഞാൻ പറഞ്ഞു. മറ്റേ സങ്കടമുള്ള പാട്ടൊന്നും പാടുണ്ടല്ലോ, സന്തോഷമുള്ള പാട്ട് പോലെ. സങ്കടമുള്ള പാട്ടുകളൊന്നും പാടുണ്ടല്ലോ, ഇഷ്ടം. അപ്പൊ മണിച്ചേട്ടൻ മരിച്ച ശേഷം ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു. ആ പാട്ടുണ്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ എന്താണ് എന്നുള്ളത്, എങ്ങനെ മരിച്ചു എന്നൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പാട്ട് നല്ല ഹിറ്റായില്ലേ, അത് ഞാൻ 4 പേര് അപ്പൊ മണിച്ചേട്ടൻ മരിച്ചതിനെ കുറിച്ച് ഞാൻ ഒരു പാട്ട് പാടിയില്ല, അതൊന്ന് പാടാം. ആരു ചാദിച്ച ചാതിയോ പൊന്നിൻ ദൈവം വീതിച്ച വിധിയോ, ഞങ്ങളുള്ളിലെത്തിയൊന്നടയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ, നേരൊന്നു കാട്ടണം ദൈവേ. പാടിയ പാട്ടൊന്നു കേട്ടാൽ പഴയോർമ്മ പുതുക്കണ് പൊന്നേ, ചേരുള്ള പാട്ടുകൾ പാടാൻ ഈ മണ്ണിലാരുണ്ട് മുത്തേ. മണ്ണിൻ മണമുള്ള പാട്ട് ഇനി പാടിത്തരാര്, മൺമറഞ്ഞെങ്ങു നീ പോയി മാനത്തിരിക്കണ മുത്തേ, മാനത്തിരിക്കണ മുത്തേ. നാളെ കുറിച്ച് ഞാൻ പാടിയ പാട്ടാണ്. ഉമ്മയെ കുറിച്ചാണ്, അടുത്തത് എന്റെ അമ്മയെ കുറിച്ചാണ്. പിന്നെ അമ്മയെ കുറിച്ച് ഒരു പാട്ട് ഇപ്പൊ ഞാൻ എഴുതിയിട്ടൊന്നുമില്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പാടുകയാണ്, ഒരു 4 പേര്. ഇപ്പൊ നമ്മള് പുതിയ പാട്ടാണ് നമ്മുടെ നല്ല നാട് കേരള നാട്, കാണുവാനഴവുള്ളൊരു നാട്, കരിമ്പന കൂട്ടുള്ളൊരു നാട്, അമ്മ ഞങ്ങളുടെ ആ പാലക്കാട്. പാലക്കാടെന്നഴകുള്ള നാട്ടിൽ അന്നു അമ്മ താമസമെന്ന്, ഇന്നു വന്ന് ഞങ്ങളറിഞ്ഞ് മൊയ്തീൻ കാഞ്ചനമാല പറഞ്ഞ്. സിനിമയെന്നത് കണ്ടു ഞങ്ങൾ,
ചില കഥകൾ അങ്ങനറിഞ്ഞു കാണണം എന്ന് തോന്നിയൊരു മോഹം കോഴിക്കോട് നാട്ടിൽ വന്നു. കഥകളേറെ കേട്ടത് പലതും സത്യമാണെന്നറിയാനും ഉള്ളിലന്നൊരു മോഹമുദിച്ചു. ഇന്നു മോഹം പൂവണിഞ്ഞു. കാഞ്ചനായെന്നിങ്ങനെ ഒരാളും കോഴിക്കോട് മുക്കത്തിന്ന്. കോഴിക്കോടിൻ മുക്കത്തിൻ സ്വത്ത് ഇനിയുള്ള കാലം കേരളമുത്ത്. എനിക്ക് ഇവിടെ വന്നപ്പോ അമ്മയെ കുറിച്ച് എനിക്ക് പാടാൻ തോന്നിയാണ്. അമ്മന്റെ ഒരു ഇന്റർവ്യൂ തരാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പാടിയ പാട്ട് അമ്മയോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് മനസ്സമ്മ തൊട്ട് നിറഞ്ഞ് പറയണേ, എന്നെ അനുഗ്രഹിക്കാം. വളരെ നന്നായി കേട്ടോ. ഇങ്ങനെ നിമിഷകവി ചെയ്തെങ്ങനെ ജന്മസിദ്ധ അമ്മ എന്റെ അടുത്ത് അപ്പോഴൊരു കാര്യം പറഞ്ഞു. ജന്മസിദ്ധാണ് കല. അതെ, അത് ഉണ്ടാക്കുന്ന നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷെ കല പാടാനും അത് എഴുതാനൊക്കെ ഒരു കഴിവുണ്ടല്ലോ, പഠിക്കാനും ഒക്കെ. അതൊക്കെ ജന്മസിദ്ധാണ്. ഒരുപാട് സന്തോഷം ഇവിടെ ഇനി അതിനെ വളർത്തി വലുതാക്കുക എന്നുള്ളതല്ലാതെ. അതെ, തീർച്ചയായിട്ടും. ഇനി ഒരുപാട് വിവരങ്ങൾക്ക് എത്താൻ അമ്മന്റെ പ്രാർത്ഥന വേണം. തീർച്ചയായും. മക്കളും എന്റെ മക്കള് എത്ര മക്കള്? 2 മക്കളാണ്, സുബിനും സുബിനും. അതേപോലെ എന്റെ ആത്മസുഹൃത്താണ്, എന്റെ എന്താ പറയാ വലം കൈയാണ് ഷിജുവേട്ടൻ. അദ്ദേഹം അവിടെ തന്നെ അടുത്ത് തന്നെയാണ്. നമ്മൾ എവിടെ പോവാണെങ്കിലും ആളുണ്ടാവും. ആളുടെ കൂടെ ഞാനുണ്ടാവും. അയാൾ പാടുവോ? ആള് പാടും, അത്യാവശ്യം പാടും, ആക്ടിങ് ചെയ്യും. നാടക നടനാണ്, നമ്മുടെ ആൽബം നാടക നടനാണ്. ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു സിനിമ, ഇപ്പൊ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. ആ പടത്തില് ചേട്ടനുണ്ട്. സംവിധാനം കയ്യൂർ സത്യം എന്ന് പറയുന്നത്. കഥ ഞാനാ ചെയ്തേക്കണം. ഓമനക്കുട്ടിയും ഓട്ടക്കാരാണ്. ഇതാണ് പടത്തിന്റെ പേര്. അതെ, നായകനായിട്ടാണ് വരുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും അമ്മയെ ഇവിടെ വരാൻ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനിപ്പോ 10 മാസമായിട്ട് ഇവിടെ ഇതിന്റെ എല്ലാം ഓണത്തെ ഒരുപാട് സന്തോഷം അമ്മയെ വന്ന് കണ്ടതിൽ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഓരോ അവിടെ നിന്ന് കമ്മ്യൂണിക്കേണ്ട, അവിടെ നിന്ന് ഓരോ ഫോട്ടോ വളരെ അണിയോടുള്ള സ്നേഹവും കൂടെ അതിൽ ചേർത്ത് കൊണ്ട് ഞാൻ ഈ സമ്മാനം നമ്മുടെ കലാകാരന് കൊടുക്കുകയാണ്. ഈ ഒരു ഫോട്ടോ ഒന്ന് ഇട്ടോ. ഒരു ഫോട്ടോ അമ്മയ്ക്ക് ചെറുതായി. അമ്മ സമ്മാനിച്ച ഈ ബുക്കാണ് കാഞ്ചനമാല എന്ന് പറഞ്ഞ ആ അമ്മ എനിക്ക് സമ്മാനിച്ച ബുക്കില് അതിൽ ആ അമ്മ തന്നെ എഴുതി തന്ന അമ്മയുടെ മറ്റേ ഫോട്ടോഗ്രാഫി എഴുതി തന്നിട്ടുണ്ട്. ഈ ജന്മത്തിലൊരു കലാകാരൻ എന്നുള്ളതിൽ ഞാൻ എല്ലാത്തിനേക്കാളും ഇത് ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ഇതാണ്. പറയാൻ വാക്കുകളില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അതായത് ഈ എഴുത്ത് ഇതാണ്. അപ്പോൾ അമ്മ അത് അതിലെന്താ എഴുതിയേക്കാന്നുള്ളത് അമ്മൻ്റെ ഭാഷയിലാണ് മുകളിൽ. ഇത് അമ്മൻ്റെ ഭാഷയാണ്. ബാക്കി അത് തിരിച്ചറിയാൻ വേണ്ടി എഴുതിയേക്കാണ്. ഒരുപാട് സന്തോഷം.